നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് വിരാമം. കൊച്ചി കോർപ്പറേഷന്റെ അതിവിപുലമായ പുതിയ ആസ്ഥാന മന്ദിരം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വിവാദങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിലാണ് പുതിയ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായത്. പഴയ കെട്ടിടം ജനറൽ ആശുപത്രിയുടെ ഭാഗമാക്കണമെന്ന ആവശ്യം കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇത് പൈതൃകമാക്കി നിലനിർത്തുന്നതാണ് നല്ലതെന്നാണ് മേയറുടെ പ്രതികരണം. കാലങ്ങളുടെ കാത്തിരിപ്പ്. മാറി മാറി വന്ന ഭരണസമിതികൾ പരസ്പരം അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചും പ്രതിഷേധിച്ചും 3 തവണ തറക്കല്ലിട്ട ആസ്ഥാന മന്ദിരം ഇന്നിപ്പോൾ വീണ്ടും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് നാളെടുത്തിരിക്കെ അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമിട്ട് മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചിരിക്കുകയാണ്. അന്നത്തെ നഗരസഭാ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് അതേ നഗരസഭാ ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറുമ്പോൾ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ആദ്യം എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലായിരുന്നു ആസ്ഥാന മന്ദിരത്തിന് തറക്കല്ലിട്ടത്. കോടതി വ്യവഹാരത്തെ തുടർന്ന് അത് മാറ്റിയാണ് മറൈൻ ഡ്രൈവിനോട് ചേർന്നുള്ള സ്ഥലത്ത് 2006 രണ്ടാമത് തറക്കല്ലിടുന്നത്. പിന്നീട് ഏറെക്കാലത്തിന് ശേഷം 2015 പദ്ധതി പുനരാരംഭിക്കുന്നത്. മറൈൻ ഡ്രൈവ് പദ്ധതി വിഭാവനം ചെയ്ത കുൽദീപ് സിംഗാണ് ഈ കെട്ടിടം രൂപകൽപ്പന ചെയ്തത്. പഴയ ആസ്ഥാന മന്ദിരം പൈതൃകമാക്കി നിലനിർത്തുന്നതാണ് നല്ലതെന്ന അഭിപ്രായമാണ് കോർപ്പറേഷൻ മേയർക്കുള്ളത്. എന്നാൽ ഇക്കാര്യത്തെ എതിർത്ത് കോൺഗ്രസ് രംഗത്തെത്തി. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയായ എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ ഇപ്പോൾ ആശുപത്രിയുടെ ഏറ്റവും വലിയ തടസ്സം വികസനത്തിന് നിൽക്കുന്നത് സ്ഥലപരിമിതിയാണ്. അപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന കൊച്ചി കോർപ്പറേഷൻ്റെ പഴയ കെട്ടിടം ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി വിട്ടു നൽകണമെന്ന ഞങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യം ഞാൻ ഈ ഒരു ശുഭവേളയിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വയ്ക്കുകയാണ്. മീഡിയ 1 കൊച്ചി.